ഹലോ, അസ്സാമലൈക്കും. ഞാനിന്നിവിടെ ഒരു പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് വയ്ക്കുക. 1/4 കപ്പ് ചെറു ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഷുഗറും ചേർത്ത് ഒരു 5-6 മിനിറ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അത് കാരണമാണ് 5 മിനിറ്റ് വയ്ക്കുന്നത്. മറ്റേ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ 10-15 മിനിറ്റ് വയ്ക്കേണ്ടി വരും. അത് ഈ മൈദക്കൂട്ടിലേക്ക് ഒഴിച്ച് സാവധാനത്തിൽ കുഴച്ചെടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് ചെറു ചൂടുള്ള പാലോടെ ചേർക്കണം. 1/2 കപ്പ് വെള്ളമോ പാലോ, വെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ പാൽ ചേർക്കാം. ചെറിയ ചൂടുള്ള, ഒരുപാട് ചൂട് പാടില്ല. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങി വരും ഇത്. എന്നിട്ട് ഒരു 1.5 to 2 മണിക്കൂർ ഈ മാവ് നമ്മൾ മാറ്റി വയ്ക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു നനച്ച് പിഴിഞ്ഞ ടർക്കി വെച്ച് മൂടിയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മൂടി വെച്ച് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൊങ്ങി വരും. മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക, വെളിച്ചെണ്ണ ഒഴിക്കരുത്. അതിനുശേഷം നന്നായി തേച്ച് കുഴച്ച് ഇത് കുറച്ച് ഒലിവ് ഓയിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് ഒരു 1.5 to 2 മണിക്കൂർ പൊങ്ങാനായി നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഈ പിസ്സ നല്ലൊരു പെർഫെക്റ്റ് പിസ്സയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ ഈ പിസ്സയ്ക്ക് വേണ്ട സോസ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന് എന്തെങ്കിലും റെസിപ്പി ഇടാം, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ പിസ്സയുടെ സോസ് വാങ്ങിക്കാനും കിട്ടും. 2 മണിക്കൂറിന് ശേഷം പൊങ്ങി വന്ന ഈ മാവ് ഒന്നുകൂടെ നമ്മൾ കൈവച്ച് അമർത്തി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി പൊങ്ങിയിരിക്കുന്നതാണ്. അതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇച്ചിരി ഓയിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ചെയ്യുക. ഒന്നുകൂടെ തേച്ച് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കവും സവാളയും പിന്നെ ചിക്കനുണ്ട്, ഒലീവ്സും എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഒലീവ്സ് ആയാലും മതി, ഞാനിവിടെ ബ്ലാക്ക് ഒലീവ്സ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതാണ് ഞാനെടുത്തത്. ഈ മാവ് നമ്മൾ പിസ്സ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഈ മാവ് പയ്യെ കുറച്ച് ഒലിവ് ഓയിലോടെ ചേർത്ത് തേച്ച് അത് പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വയ്ക്കുന്ന പാത്രത്തിലാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയിലും വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിറച്ചും ഹോളിട്ട് കൊടുക്കുക. നമ്മുടെ ഫോർക്ക് വെച്ച് കുത്തി ഹോളിട്ട് കൊടുക്കുക. ഈ ബേസിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന പിസ്സ സോസാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സ സോസാണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കണം. എന്നിട്ട് അതായാലും മതി, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ മാവിൻ്റെ മുകളിൽ നന്നായിട്ട് ഫുള്ളും ഫില്ലാവുന്നവരെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ഞാൻ 2 ഷീറ്റ് ചീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്, അത് 2 ഷീറ്റ് ചീസ് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഞാൻ വലിയ പീസായി എടുത്ത കാരണമാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾ ചെറിയ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ പീസായിട്ട് എടുത്ത ചിക്കൻ ഞാൻ ഉപ്പും 1 ടീസ്പൂൺ ചില്ലി പൗഡറും പിന്നെ ഈ സോസ് കുറച്ചൊഴിച്ചു, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വേവിച്ചില്ല, ചെറുതായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിക്കണമെന്നില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് അത് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, അതിന് സവാള, അതുപോലെ ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇടുക. ചിക്കൻ, പിന്നെ ഒലീവ്സ് ഇതെല്ലാം ഒന്ന് ഇടുക. നമ്മുടെ കയ്യിൽ ഇത് അസംബിൾ ചെയ്യാൻ പറ്റിയ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ, ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉള്ളെങ്കിൽ അതിട്ടാലും മതി. ഗ്രീൻ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതിട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും ഇടുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ്, അത് ധാരാളം ഇടുന്നത് നല്ലതാണ്. മൊസറല്ല ചീസ് കുറച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടുക. അത് ഇപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുന്ന ചീസ് അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മറ്റേ ചീസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇതിന് മുകളിൽ ഇടുക. പിന്നെ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ
10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മുതൽ 20 മിനിറ്റ് വരെയും വെക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ചാണ് അത്. എൻ്റെ ഓവനിൽ ഞാനൊരു 20 മിനിറ്റോളം വെച്ചു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അടി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള പിസ്സ, പെർഫെക്റ്റ് പിസ്സയാണിത്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓവൻ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ നമ്മൾ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മുകളിലൊന്ന് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് ആ ചൂടിൽ തന്നെ അതൊന്ന് മെൽറ്റായി നന്നായിട്ടിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ചുള്ളായിരുന്നു, ഞാനതപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു നന്നായിട്ട് ചീസ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്കറിയാലോ, മൊസറല്ല ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വലിഞ്ഞ് ഇതായിട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ഇതുപോലെ തന്നെ പാനിലും വെക്കാം. പാൻ നല്ല ചൂടിലാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു പഴയ പാനിൻ്റെ മുകളിൽ നമ്മൾ ഈ പിസ്സ ഇത് ചെയ്യുന്ന പാൻ എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്